അങ്കിളെ ഒരു കാര്യം പറയണം, എനിക്ക് കേട്ടേ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞ കുഴപ്പമില്ല. ആദ്യം പറഞ്ഞു ഇത് പറയാതെ പോയി കഴിഞ്ഞാൽ എന്റെ ജീവിതകാലം മൊത്തം എനിക്ക് സമാധാനം കിട്ടില്ല. അപ്പോഴാ പറയുന്നത് ഇത് പുറത്തു പറഞ്ഞ സിഞ്ചോ തല വെട്ടു എന്നാണ് പറഞ്ഞത്. സിഞ്ചോ തല വെട്ടു അങ്കിളെ. ആരാണ് സിഞ്ചോ എന്ന് ഞാൻ ചോദിച്ചില്ല. എനിക്ക് ചോദിക്കാനുള്ള ഒരു മാനസികാവസ്ഥനല്ല. പിന്നെ പറഞ്ഞു കോളേജിൽ നിന്ന് പറഞ്ഞു വിട്ടു. ഇക്കാര്യം തുറന്നു പറഞ്ഞില്ല, ഇക്കാര്യം അവിടെ പറയില്ല, പോയിട്ട് മര്യാദയ്ക്ക് തിരിച്ചു വരണം. ഇക്കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കോളേജിൽ നിന്ന് പുറത്താക്കും. അപ്പോൾ അങ്ങളെ സിഞ്ചോയും ഫ്രണ്ട്സും അക്ഷയ്, റഹാൻ, ഡാനിഷ്, അപ്പോൾ ഈ 3 പേരും എനിക്ക് പേര് നല്ലവണ്ണം അറിയാം. അവന്റെ റൂമേഴ്സാണ്. സിഞ്ചോയും ഫ്രണ്ട്സും അക്ഷയ്, റഹാനും ഡാനിഷും കൂടെ സിദ്ധാർത്ഥനെ ഹോസ്റ്റൽ മുറിയിലിട്ട് തീർത്താണെങ്കിലെ തീർത്ത് തൂക്കിയതാണ്. ആരോടത്തൊന്നും നിങ്ങൾ ഫൈറ്റ് ചെയ്യണമോ ഇത്രയും പറഞ്ഞിട്ട് ആ കുട്ടികളങ്ങ് പോയി. ഈ വീട്ടിൽ വന്നിട്ടുണ്ട്, ഈ വീട്ടിൽ നിന്ന് ആഹാരം കഴിച്ചിട്ടുണ്ട്. എന്റെ മോന്റെ അമ്മയുടെ കയ്യിൽ നിന്ന് ആഹാരം കഴിച്ചിട്ടുള്ള വേണ്ടപ്പെട്ട കൂട്ടുകാരാണ് ഇത് ചെയ്തത്. മരണസമയത്തെങ്കിലും അവന്റെ വായിക്കാത്ത ഒരു 1/2 ഗ്ലാസ് വെള്ളം എടുത്ത് ഒഴിച്ചു കൊടുക്കാത്തത് അതുപോലും ചെയ്തില്ല. 3 ദിവസമായിട്ട് അവന്റെ വയറ് എംറ്റി. അറിയാമല്ലോ, ആ ഒരു വർഗം എന്ന് പറഞ്ഞാൽ മരിച്ചു തിന്നു കഴിഞ്ഞാലും അവർക്ക് ആ വൈരാഗ്യം തീരില്ല. അതാണ് ആ ഒരു സംഘടന. കൊന്നു തിന്നു കഴിഞ്ഞാലും അവർക്ക് വൈരാഗ്യം തീരില്ല. രാഷ്ട്രീയവും സാമൂഹ്യ പ്രവർത്തനമൊക്കെ നല്ലതാ. അത് നല്ല ആളുകൾ ചെയ്യുമ്പോൾ ഒരു ജോലിയും ചെയ്യാൻ കഴിവില്ലാത്തവൻ ഒരു ദിവസം രാവിലെ ഒരു കൊടിയും പൊക്കി പിടിച്ച് തൊണ്ട കയറി അലറാൻ തുടങ്ങുന്ന നല്ല രാഷ്ട്രീയം. നിന്നെപ്പോലുള്ള യൂസ്ലെസ്സുകളാ രാഷ്ട്രീയത്തിന്റെ മാന്യത കളഞ്ഞത്.